ഹലോ എൻ്റെ മാന്യ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ഊബറിൻ്റെ വ്ളോഗ് വീഡിയോ അല്ല ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഈ തമ്മിൽ കണ്ടു വന്ന ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും എന്താണ് പ്രശ്നം എന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ മിന്നാന്നായിട്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണത്. കുറച്ച് ദിവസമായി അപ്ലോഡ് ചെയ്തിട്ട് 5 പേരെ കയറ്റിയിട്ടുള്ളൊരു പ്രശ്നം. അത് ഞാൻ ഇത്ര ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ആദ്യം കമൻറ്റിൽ 1-2 കമൻറ്റ് കണ്ട്, പിന്നെ എനിക്ക് അറിയുന്ന കുറേ ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തന്ന് കുറേ ഗ്രൂപ്പ് കൂടി ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയം. നമ്മളെ യൂട്യൂബിൻ്റെ തമ്മിലും പിന്നെ കുറേ വോയിസുകൾ, നമ്മളെ ചീത്ത പറഞ്ഞിട്ടുള്ള വോയിസുകളൊക്കെ, അത് നമുക്കൊരു വിഷയമല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊബറിൻ്റെ അക്കൗണ്ട് പറഞ്ഞാൽ അതിൽ വേക്കൻസി അൺലിമിറ്റഡ് വേക്കൻസിയാണ്. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഊബറിൽ വേക്കൻസി ഉണ്ടോ. അപ്പോൾ ഊബറിൽ വേക്കൻസി ആണ്, അതിൽ വണ്ടിയും ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നിട്ട് ഊബറിൽ ജോയിൻ ചെയ്യാം. പക്ഷേങ്കിൽ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഊബർ ഓടുന്ന എല്ലാവരും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണമെന്നോ അതിൽ ഊബറിനെ പറ്റി വീഡിയോ ഇടണമെന്നോ ഊബറിൻ്റെ ഒരു പോളിസിയിലും ഇല്ല. നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിൽ എൻ്റെ ഇഷ്ടങ്ങളും എനിക്ക് തോന്നുന്ന കാര്യങ്ങളും മാത്രമായിരിക്കും ഞാൻ ഷെയർ ചെയ്യാം. അല്ല ഊബറിൻ്റെ കുറേ സത്യാവസ്ഥകളും അങ്ങനത്തെ കാര്യങ്ങളും മാത്രമേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഊബർ തന്നൊരു യൂട്യൂബ് ചാനലല്ല. ചിലപ്പോൾ ഞാൻ വല്ല ടൂറും പോയാൽ ചിലപ്പോൾ ടൂർ വീഡിയോ ഇടും, ഊബറിൻ്റെ തന്നെ വീഡിയോ ഇടണമെന്നില്ല. ചിലപ്പോൾ വീട്ടിൽ പോയ വീട്ടിലത്തെ ആൾക്കാരെ കാണിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ഊബറിൻ്റെ അക്കൗണ്ട് തുടങ്ങിയിട്ട് 2 വർഷത്തോളം ആയിട്ടുണ്ട്. നമ്മൾ പ്രൊഫൈൽ കണ്ടാൽ 2 വർഷം 6 മാസമായിട്ടുണ്ട്. 3504 ട്രിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ പബ്ലിക്കിൻ്റെ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ പേഴ്സണലായിട്ട് നമുക്ക് ഓപ്ഷൻസ് ആൾ കിട്ടിയിട്ടുണ്ട്. 3500 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ടാക്സിയിൽ എത്ര വണ്ടിയെ കയറാൻ പറ്റും, ഊബർ ഗോ വണ്ടിയിൽ എത്ര ആൾക്കാർക്ക് കയറാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. നമ്മളെ വണ്ടിയിൽ 4 പേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പം അന്ന് നമുക്ക് അങ്ങനെ ഒരു ട്രിപ്പ് കിട്ടി, 5 പേരുള്ളൊരു ട്രിപ്പ് കിട്ടി. അത് ശരിയാണ്, MG റോട്ടിൽ നിന്നാണ് കിട്ടിയത്. കാക്കനാട് കുറച്ചപ്പുറത്തേക്കായിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ അവരോട് പറയുന്നുണ്ട്, ബാക്കിലോട്ട് കയറിയിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനത്തെ കുറേ ട്രിപ്പുകൾ 5 പേരുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വണ്ടി കയറുമ്പോൾ ഞാൻ ആളെ നോക്കി ആളോട് പറഞ്ഞു 5 പേര് പോകില്ല എന്ന് പറഞ്ഞു. ആ വീഡിയോ അവിടെ ക്ലോസ് ആവണം. 5 പേര് കയറിയിട്ടുണ്ടായിരുന്നു, ഓക്കെ, ആ വീഡിയോ അവിടെ ക്ലോസ് ആവാണ്. പിന്നെ ഞാൻ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ആ ട്രിപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ട്രിപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകളാണ് ഞാൻ ആ വീഡിയോയിൽ പറയണത്. അപ്പോൾ വീഡിയോ കൊണ്ടുപോയില്ലേന്ന് ആർക്കും ഉറപ്പില്ല. സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ട്രിപ്പ് എടുത്തിട്ടില്ല എന്നൊന്നും പറയില്ല, നമ്മൾ ആ ട്രിപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ 4 പേര് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരാൾ മാത്രം ഇറങ്ങേണ്ട വിചാരിച്ചിട്ട് 2 പേര് ഇറങ്ങിയിട്ടാണ് അവർ പോയത്. വണ്ടിയിൽ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 2 പേര് ബസ്സിനോ ബൈക്കിനോ എങ്ങനെ വെച്ചാൽ വന്നിട്ടുണ്ട്, അത് നമുക്കറിയില്ല. അപ്പോൾ അന്ന് അതാണ് സംഭവം ഉണ്ടായത്. പിന്നെ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ ഒരു കണ്ടന്റ് ആക്കാം, തംബ്നെയിൽ ആക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത്. ഞാൻ അതിൽ ഇങ്ങനെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രശ്നങ്ങൾ നടക്കുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ 100 രൂപക്ക് 50 രൂപക്ക് ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളെ ഊബറിൻ്റെ അക്കൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ട്രിപ്പുകൾ എടുക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനെന്തായാലും എൻ്റെ ചിന്ത എന്താ, യൂട്യൂബ് ചാനലാണ് എൻ്റെ ചിന്ത. അതിൽ ഒരു തംബ്നെയിൽ ഉണ്ടാക്കുക, കുറച്ച് വ്യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ചിന്തയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഒരു യൂട്യൂബർ എന്നുള്ള നിലക്ക് നമുക്കിതിൽ വ്യൂസ് വേണ്ടി വരും. വ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് വ്യൂസിനാണ് നമ്മൾ കരുതി നിൽക്കുന്നത്. വ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഒരു രസമാണ്, നമ്മൾ വീഡിയോ ഇടുന്നതുകൊണ്ട് വ്യൂസ് ഉണ്ട്, ഇത്ര ആൾക്കാർ കാണുന്നുണ്ടാകുന്നുണ്ട്, അപ്പോൾ നമുക്ക് വ്യൂസ് വേണം. അപ്പോൾ എല്ലാ യൂട്യൂബർമാരും ഈ തംബ്നെയിൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത് തന്നെ വീഡിയോയിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരാനാണ്. ചില തംബ്നെയിലുകൾ ഇപ്പോൾ വല്ല പുതിയ പടം ഇറങ്ങിക്കണമെങ്കിൽ ആ പടത്തിൻ്റെ തംബ്നെയിൽ കൊടുക്കും, കയറുമ്പോൾ വേറെ പടമായിരിക്കും. അതുപോലെ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ തംബ്നെയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ യൂട്യൂബാണ്. ഇതിൽ എനിക്ക് എന്ത് ഇഷ്ടമുള്ള കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ അതുപോലെ ഒരു കാര്യം ഷെയർ ചെയ്തു. ഞാൻ അതുപോലെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് തോന്നിയത് കളയണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടന്റ് ആക്കാം, തംബ്നെയിലാക്കാം എന്നുള്ളൊരു ചിന്ത വന്ന് എൻ്റെ മനസ്സിൽ. നല്ല വ്യൂസ് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാലൻസ് ഉണ്ടാക്കി. 5 പേര് കയറിയിരുന്നു, 50 രൂപ വാങ്ങി, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചായിട്ട് അങ്ങനെ ഷെയർ ചെയ്തിട്ട് ആ ഒരു പാർട്ട് അങ്ങനെ ആക്കി. പക്ഷെ ഞാൻ വിചാരിച്ചില്ല അത് ഇങ്ങനത്തോളം ഒരു ഫേമസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറേ ആൾക്കാർ ടാക്സിൻ്റെ കുറേ ഗ്രൂപ്പിലൊക്കെ കുറേ ചീത്ത വിളിക്കുന്നൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മളെ മലയാളികൾ അറിയാലോ, ഒരു ഭാഗത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന് മറുഭാഗം നോക്കൂല, കൂടുതൽ ഭാഗം ഏതാ അവിടെ കെട്ടി തൂങ്ങി നിൽക്കും. അങ്ങനെ നമ്മളൊരു മലയാളിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. അപ്പോൾ നമുക്ക് ചീത്ത വിളിച്ചില്ലോ കാര്യങ്ങൾ പറഞ്ഞില്ലോ ഒന്നൊരു വിഷയമല്ല ഇത്. പിന്നെ ഞാൻ പറയുകയാണ്, ഇത് ആരും വിശ്വസിക്കണമെന്ന് നമ്മൾ നിർബന്ധത്തോടെ പറയില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇതാരും വിശ്വസിക്കണം നമുക്ക് യാതൊരു നിർബന്ധമല്ല. നമ്മളെന്തായാലും ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ തുടർച്ചയായിട്ട് പോകാൻ യാതൊരു താല്പര്യമല്ല. നമ്മൾ
ഇത് ഇതോടെ കൂടി നിർത്തും. ഇത്രയും കമന്റുകൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യം, കമന്റുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ വരും. കുറെ ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിലുണ്ടോ, പിന്നെ ഒരുത്തന്റെ വോയിസ് ഉണ്ട്, ഞാൻ അതിലിടുന്നില്ല. എനിക്ക് കേട്ടപ്പോൾ തന്നെ എന്തോ പോലെ തോന്നി. കാരണം അതാണ് ഒരു എന്താണ് ഇതിന് വേറൊരു ചാൻസും കൂടി ഉണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്നൊന്നും ചിന്തിക്കൂല. അതിനിടും, ചെയ്ത പോലെ അവർ കണ്ട പോലെ കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മളെന്തായാലും ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മളിത് ഈ വിഷയത്തോടെ നിർത്തും. ഇത്രയും കമന്റുകളും കാര്യങ്ങളും വന്നുകൊണ്ട് മാത്രം ഒരു വീഡിയോ ഞാൻ ആദ്യം കുറെ ചെയ്യണ്ടെന്ന് വിചാരിച്ചു, പിന്നെ കുറെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ എൻ്റെ തൊള്ളുകൊണ്ടാണ് പറഞ്ഞത്, 5 പേര് കയറി ഞാൻ ഇത്ര രൂപ വാങ്ങി. അതേ വായ കൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരെ കയറ്റിയില്ല. കാരണം ഇതിൽ പ്രൂഫില്ല, ഞാൻ പറയുന്നതാണ് സത്യം. അപ്പൊ നിങ്ങൾ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇതിൽ പ്രൂഫില്ല. നിങ്ങളിത് ആരും നേരിട്ട് കണ്ട പോലെയാണ് നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും സംസാരിക്കുന്നത്. അത് നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കോ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം സത്യാവസ്ഥ ഇതാണ്. ഇത് വേണ്ടവർക്ക് വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇന്നലെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫോ പാർക്കിൽ വെച്ചിട്ട്. ഇൻഫോ പാർക്ക് അല്ല, രാത്രി എക്സ്പ്രസ് വേന്റെ അവിടെ ആംബിയൻസിന്റെ അവിടുന്ന് 9 പേര് കുട്ടികളാണ്, ഫുട്ബോൾ എന്തോ കളിച്ചു വരായിരുന്നു. 9 പേര് ഊബർഗോ ബുക്ക് ചെയ്തു. ഞാൻ ചെന്നു, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ ഇത് എല്ലാവരും കയറൂലായിരിക്കും, കാരണം നമുക്ക് മനുഷ്യന്മാർക്ക് കണ്ടാൽ അറിയും. 5 പേരെ വണ്ടിയിൽ അത്രയും പേര് കയറൂല. നമ്മളിങ്ങനെ നിന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ആ പെണ്ണൊരു അതുല്ല എന്നൊരു പെണ്ണാണ് ബുക്ക് ചെയ്തത്. എന്നോട് ചോദിച്ചു എല്ലാവരും പോയി. ഞാൻ എത്ര പേരുണ്ട് ചോദിച്ചു. 9 പേരുണ്ടാകും. ഒരിക്കലും പോകില്ല. കുറച്ച് ആൾക്കാർ വണ്ടി കയറാൻ വന്ന് ഞാൻ ഡോറ് ലോക്ക് ചെയ്തിട്ട് ക്ലാസ് അതിൽ പറഞ്ഞു 9 പേര്. എനിക്ക് അങ്ങനെ തോന്നി, എന്താ അറിയില്ല, അവൾക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി, എനിക്കറിയില്ല. നീ വെറുതെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണെന്നും അറിയില്ല. ഞാൻ പറഞ്ഞു 9 പേര് പോകില്ല, ട്രിപ്പ് ക്യാൻസൽ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞ് മറ്റേ വണ്ടിന്റെ മേലെ ഇരുന്ന് പോയാലോ വെച്ചാൽ. അപ്പൊ എനിക്ക് തോന്നി തമാശക്കായിരിക്കും. പിന്നെ പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്തോളൂ, പോകൂല എന്ന് പറഞ്ഞു. അപ്പൊ അവരാണ് കുറച്ച് പേര് പോകൂലേ, ആ ഓക്കെ കുറച്ച് പേര് പോകുന്നതാണ്. ഇവിടെ ഒരാളും 3 ആളും ബാക്കിൽ 4 ആൾക്കാരെ നമ്മൾ കൊണ്ടുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ഇങ്ങനെ പ്രശ്നം നടക്കാണല്ലോ. അപ്പൊ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം നമ്മളെ കുസാറ്റിന്റെ പൈപ്പിന റോഡിലാണ് അവർ രാത്രി ഡ്രോപ്പ് ചെയ്ത്. അവർ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം 50 മീറ്റർ മുമ്പിൽ ഞാൻ വണ്ടി നിർത്തി. വേക്കിൽ വരുന്ന വണ്ടിയിൽ എന്തായാലും 5 പേരുണ്ടാവും. കാരണം 9 പേരിൽ 4 പേര് നമ്മളിൽ പോകുന്നു. അപ്പൊ ബാക്കി 5 പേരായാലും ഉണ്ടാവും എന്തായാലും. അത് ഏതാ വണ്ടി ഒന്നും നോക്കണില്ല എനിക്ക്. അപ്പൊ നോക്കുമ്പോൾ നമ്മളെ സെയിം വണ്ടി വാഗനർ വണ്ടിയിലാണ് 5 പേര് വന്നത്. അത്ര ഉള്ളു കാര്യം. ഇവിടെ എറണാകുളത്ത് ഇഷ്ടം പോലെ വണ്ടികൾ 5 പേരെ കൊണ്ടുപോകുന്നുണ്ട്. അത് ചിലവർ കൂടുതൽ പൈസ വാങ്ങിയിട്ടും കൊണ്ടുപോകും, ചിലർ പൈസ വാങ്ങാണ്ടും കൊണ്ടുപോകും. അങ്ങനെ ഇഷ്ടം പോലെ വണ്ടികൾ എനിക്കറിയാം. ഞാൻ അങ്ങനെ കണ്ടിട്ടും ഒക്കെ ഉണ്ട്. ഇതൊരു വീഡിയോ ആക്കിയിട്ട് അതിന്റെ മുട്ടിൽ തൂങ്ങാണ് എല്ലാവരും. ഇതിനും പ്രൂഫില്ല, ഞാൻ എൻ്റെ വാ കൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ പറയാണ്, വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് കസ്റ്റമറിനെ കാണിക്കുന്നത്. അതൊരു കമന്റ് ഞാൻ കണ്ട്, ഇവന് ഈ പെണ്ണുങ്ങളെ വീഡിയോ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യില്ല എന്ന് എന്താ ഉറപ്പെന്ന്. അങ്ങനെ കമന്റ് ഇട്ട ആളോട് എനിക്കൊന്നും പറയാനില്ല, അങ്ങനെയും ഒരു ചിന്ത ഉണ്ടാവും. ഓക്കെ, ഞാൻ എടുക്കുന്ന വീഡിയോ കസ്റ്റമറിന് കാട്ടി കൊടുത്തിട്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് എല്ലാ വീഡിയോയിലും കസ്റ്റമർ ഞാൻ കാണിക്കുന്നില്ല. അതിനർത്ഥം അതാണ്, ചിലവര് അത് വേണ്ടെന്ന് പറയും. തീർച്ചയായിട്ടും പറയുള്ളൂ. ആരും ഗൗരവമായിട്ടിനോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരോട് ചോദിക്കും. ഞാൻ എങ്ങനെ ചോദിക്കുക വെച്ചാൽ കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത വീഡിയോ കാട്ടിക്കൊടുക്കും. ഇതുപോലെ ആയിരിക്കും നിങ്ങളെ കാണിക്കുക. കാരണം ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അവരാ കയറുന്നത്, കസ്റ്റമർ കയറുന്നുണ്ടെന്ന് കാണിക്കാൻ മാത്രമുള്ള ഒരു വീഡിയോ. അത് നല്ല സ്പീഡ് കൂട്ടി സൗണ്ട് കേൾക്കൂല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വീഡിയോ മാത്രം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പൊ അതിൽ ഓക്കെ എന്ന് പറഞ്ഞവർ മാത്രമാണ് എന്നോട് ഞാൻ അപ്ലോഡ് ചെയ്യല് വീഡിയോ. അവർക്ക് ഞാൻ ചിലപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കലുണ്ട്. ചിലവർ ആ വീഡിയോ ഷെയർ ചെയ്തരും ചോദിക്കും. കാരണം അവർക്കൊക്കെ ഒരു സന്തോഷമാണ് യൂട്യൂബ് കയറുക എന്ന് പറയുമ്പോൾ. അങ്ങനെയാണ് കസ്റ്റമർ കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു കമന്റ് ഇതായിരിക്കും, ഞാനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പേടിച്ചിട്ട് മറ്റേ നുണക്കഥ ഉണ്ടാക്കി പറയായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ വിചാരിക്കുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല, വിചാരിച്ചോ കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്തായാലും ഒരു കമന്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഇടുന്നുണ്ടോ? ഇടാൻ ചാൻസ് ഉണ്ട്, ഇട്ടാലും നമുക്ക് വിഷയമല്ല. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കാര്യം വിശ്വസിക്കണമെന്ന് നമുക്ക് യാതൊരു താല്പര്യമല്ല. നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നും വിചാരിച്ചിട്ടില്ല. ഇത്രയും കമന്റും കാര്യങ്ങളും വന്നപ്പോൾ മിണ്ടാണ്ടിരിക്കണ ശരിയല്ലല്ലോ, ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണിത്. അപ്പം നിങ്ങൾ വിശ്വസിക്കണമില്ലെന്ന് നമുക്ക് യാതൊരു താല്പര്യമല്ല. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്, ഇതിൽ എന്തിടണമെന്ന് എൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഉള്ളത് പറയും, ഇല്ലാത്ത പറയും, ഒക്കെ പറയും. തമ്മിൽ ചിലപ്പോൾ വേറെ തമ്മിൽ. ഇപ്പോൾ കണ്ടോ ഈ വീഡിയോൻ്റെ തമ്മിൽ എന്താണ്? അതുപോലെ പല വീഡിയോസിനും പല തമ്മിലും വെക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രൈവറ്റ് ചാനലാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസാണ് ഇടും. ചിലപ്പോൾ ട്രാവൽ ചെയ്യണം ഇടും, ടൂർ പോകണം ഇടും, ഫാമിലി ഇടും, ഫുഡ് കുക്കിംഗ് ഇടും, ഒക്കെ ഇടും. ഇത് ഊബർ തന്നൊരു ചാനലല്ല, ഊബറിൻ്റെ കാര്യങ്ങൾ ഇടാൻ പറ്റുന്ന ഒരു ചാനലല്ല ഇത്. അപ്പോൾ അങ്ങനെ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ആരെങ്കിലൊക്കെ ഇടുമായിരിക്കും. അപ്പോൾ ഒന്നുകൂടിയും പറയുകയാണെങ്കിൽ ഇത് ആരും വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമല്ല, വേണ്ടവർ മാത്രം വിശ്വസിച്ചാൽ മതി. ഇനി ഇതിന് വേറെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല. നമുക്ക് അത് അങ്ങനെ എന്താ വെച്ചാൽ അങ്ങനെ നേരിടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഞാൻ ഇന്ന് എന്തായാലും ഒരു 5 മണിക്ക് ഇന്നലത്തെ ഞാൻ പറഞ്ഞ 9 പേരുടെ വ്ളോഗ് അത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് അത് അപ്ലോഡ് ആകുമായിരുന്നു. ഞാനത് പ്രൈവറ്റ് ആക്കും, പ്രൈവറ്റ് ആക്കിയിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും.
കാരണം ഇത് എനിക്ക് നാളത്തേക്കാണ് നീട്ടി വെക്കാൻ കഴിയുന്നില്ല, ഇതിപ്പോൾ തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യണം. കാരണം ഇങ്ങനെയൊരു ഇതിനൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാകും. കാരണം നമ്മുടെ മലയാളികൾ ഒരു കുഴപ്പമാണ്, അത് എവിടെയെങ്കിലും തൂങ്ങി കിടന്നാൽ അവിടെ ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് നിൽക്കും. സത്യാവസ്ഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പം ഇനി നാളെ വ്ളോഗുമായിട്ട് കാണാം. നമ്മളെന്തായാലും ഈ ഒരു വിഷയം ഇവിടെ നിർത്താണ്, ഞാൻ നിർത്താണ്. നിങ്ങൾ പറയേണ്ടവരൊക്കെ പറഞ്ഞോളൂ, നമുക്ക് വിഷയമല്ല. നമ്മൾ ഡെയിലി വർക്കിന് ഇറങ്ങും, പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ. നമ്മൾ അങ്ങനെ പഠിച്ചോനൊന്നല്ല, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ നേരിടും. ഓക്കെ, പിന്നെ നമ്മൾ ഈ വിഷയം ഇവിടെ നിർത്താണ്. നമ്മൾ നേരെ ഇനിയൊന്നും ഊബർ വർക്കിന് ഇറങ്ങും, നമ്മളത് വീഡിയോ എടുക്കും, നമ്മൾ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ. പിന്നെ കുറേ പേർക്ക് എന്താണെന്നോ, നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് തന്നെ ഇഷ്ടമല്ല. കാരണം ചിലവരൊക്കെ മൈൻഡ് അങ്ങനെയാണ്, എന്ത് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് കുറേ പേര് ഊബറിലേക്ക് വരുന്നുണ്ട്, അതുപോലെ നമ്മളെ കച്ചവടം പോകും, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ചിന്തയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ ഇടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കേക്കാരം. അത് നമുക്ക് വിഷയമല്ല. നമ്മൾ ഡെയിലി നമുക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കും, വീഡിയോ അപ്ലോഡ് ചെയ്യും, ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നാളത്തെ വ്ളോഗുമായി കാണാം. അല്ല, ഇന്നലത്തെ വ്ളോഗ് നാളെ അപ്ലോഡ് ചെയ്യും, നാളെ വരും. ഈ വ്ളോഗ് ഇന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വ്ളോഗുമായിട്ട് നമുക്ക് മുന്നിലേക്ക് പോകാം.